ജർമ്മൻ ടിവിയുടെ ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റർ PM നാരായണൻ കൂടി തത്സമയം ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ അവിടുത്തെ ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കി, ഇന്റർണൽ ക്രൈസിസ് ഒക്കെ നേരിട്ട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ശ്രീ PM നാരായണൻ. അദ്ദേഹം നമുക്കിപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ PM നാരായണൻ, സ്വാഗതം, നമസ്കാരം, ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശ്രീ PM നാരായണൻ, നമ്മളിപ്പോൾ പെഹൽഗാം ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ ഇന്നലെയാണെങ്കിലും വലിയൊരു നയതന്ത്ര വെട്ടിച്ചുരുക്കലിലേക്ക് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നു. ഈ സിന്ധു നദീജല കരാർ അത് മരവിപ്പിച്ചിരിക്കുന്നു, അട്ടാരി അതിർത്തി അടച്ചിരിക്കുന്നു, പാക് പൗരന്മാരുടെ വിസ നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ ഏകപക്ഷീയമായ ഒരു വെട്ടിച്ചുരുക്കലിലേക്ക് രാജ്യം കടന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ പാകിസ്ഥാനിലും ഇന്ന് അവലോകന യോഗങ്ങൾ അടക്കം നടക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം ശ്രീ PM നാരായണൻ? തീർച്ചയായിട്ടും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സന്ദർഭത്തിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എല്ലാം ഒരു ഫ്രോസൺ സ്റ്റേറ്റിലാണ് നിലനിന്നുകൊണ്ടിരുന്നത്. അതിന് മേലെ ഏറ്റ വലിയൊരു ആഘാതമാണ് ഇപ്പോൾ നമ്മൾ പെഹൽഗാമിൽ കണ്ടത്. പ്രത്യേകിച്ചും ഈ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു നീണ്ട ചരിത്രമുണ്ട്. 48 മുതലുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പല ഘട്ടത്തിലും അത് ഹോട്ടായും കോൾഡായും ഉള്ള ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഓഫ് ലേറ്റ് ഇൻ ദ റീസെന്റ് പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചില നിലപാട് മാറ്റങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ള റിലേഷൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടോക്ക് ആൻഡ് ടെറർ. ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല എന്നുള്ളത് വളരെ അസന്നിഗ്ധമായി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളും. പക്ഷെ ഓഫ് ലേറ്റ് ഇത് അടുത്ത കാലത്ത് ഈ റിലേഷനിൽ ചെറിയ മാറ്റങ്ങൾ, ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടായത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ ചാമ്പ്യൻ ട്രോഫിയിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചതെല്ലാം. അതെല്ലാം ചെറിയ മാറ്റങ്ങളാണ്. ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു പുരോഗതി വന്ന സന്ദർഭത്തിലാണ് പഹൽഗാമിൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായത്. എനിക്ക് തോന്നുന്നത് കാശ്മീരിന്റെ ചരിത്രത്തിലെ അടുത്ത കാലത്ത് കഴിഞ്ഞ 30 വർഷത്തിനുള്ളിലല്ല ഏറ്റവും വലിയ സിവിലിയൻ അറ്റാക്ക് ആണത്. ഇതിനു മുമ്പ് ആർമിക്ക് നേരെയും പോലീസിന് നേരെയും ഒക്കെ അറ്റാക്ക് നടന്നിട്ടുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു ടൂറിസ്റ്റുകൾക്ക് നേരെ ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായത് ഇതാദ്യമായാണ്. കാരണം ഇതിനു മുൻപുണ്ടായി ഇപ്പൊ പുൽവാമ അറ്റാക്ക് അടക്കം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കുക, അതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇത് ഒന്നും അറിയാത്ത മനുഷ്യരാണ്, സിവിലിയൻസിനെ മാത്രം ലക്ഷ്യം വെക്കാനുള്ള ഒരു അറ്റാക്കാണ് ഇത് നടന്നത് എന്ന് വിലയിരുത്താം അല്ലേ? തീർച്ചയായിട്ടും ഇതാണ് ഈ അറ്റാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ ഒരു പ്രത്യേക സംഗതി എന്താ വെച്ചാൽ, ഈ ഇന്ത്യ സൈഡിലുള്ള കാശ്മീരിൽ കഴിഞ്ഞ 5-8 വർഷമായിട്ട് വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടുണ്ട്. ശ്രീനഗറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ലേക്കെല്ലാം ഈ ദൽ തടാകമെല്ലാം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഒരു കാലത്ത്. അവിടെയെല്ലാം വൻതോതിലുള്ള ടൂറിസ്റ്റ് പ്രവാഹമാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക് അനുസരിച്ച് 2.5 കോടി ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. 2.5 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം പോപ്പുലേഷന്റെ ഒരു 70% വരുന്ന അത്രയും വലിയ സംഖ്യ കാശ്മീരിൽ എത്തിയില്ല. അപ്പൊ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അത്തരത്തിൽ വൻതോതിലുള്ള വികസനവും ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് ആംബിയൻസ് ശ്രീനഗറിലും ജമ്മുവിലും പരിസര പ്രദേശങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിലേക്കാണ് ഇപ്പോൾ ഈ ചോരത്തുള്ളികൾ വീണത്. അതിന്റെ ഇമ്പാക്ട് ഒരു നിലനിൽക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റെസ്ട്രിക്ഷൻസ് കൂടുതലാവും വരും ദിവസങ്ങളിലും, യാത്രാ വിലക്കുകൾ ഉണ്ടാവാം. ഇനി നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. പക്ഷെ ഇതിൽ ഇന്ത്യ ഗവൺമെന്റ് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇന്ന് കാണേണ്ടത്. ശ്രീ PM നാരായണൻ, ഇപ്പൊ ഈ പറഞ്ഞതിനൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്നാണ് അങ്ങ് പറഞ്ഞതുപോലെ കശ്മീരിന്റെ ആ മുഖച്ഛായ തന്നെ ഈ ആർട്ടിക്കിൾ 370 ഒക്കെ റദ്ദാക്കിയതിനു ശേഷം മാറിയിട്ടുണ്ട്. അവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് നമ്മൾ 2024-ലെയും 2023-ലെയും കണക്കെടുത്താൽ അഭൂതപൂർവമായി ഈ സഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച ഈ പാകിസ്ഥാന്റെ ആർമി ചീഫിന്റെ വാക്കുകൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കശ്മീർ ഇന്ത്യയുടെ ഒരു ജീവനാഡിയായി മാറുന്നു എന്നുകൂടി അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായിട്ടില്ല. കാശ്മീർ ആസിഫ് പറഞ്ഞത് കാശ്മീർ ഇന്ത്യയുടെ ജീവനാഡിയായി എന്നുള്ളതല്ല, കാശ്മീർ പാകിസ്ഥാന്റെ കർണജനമാണെന്നും കാശ്മീരിനെ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ
പറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. ഇതിനൊരു പ്രധാന കാരണം എന്നത് നമ്മൾ കാശ്മീർ രണ്ട് ഭാഗമായിട്ട് കാണണം. പാകിസ്ഥാനിൽ നിന്നും കാണുന്ന കാശ്മീർ അല്ല ഇന്ത്യയിൽ നിന്ന് നമുക്ക് കാണുന്ന കാശ്മീർ. ഇന്ത്യയിൽ നിന്ന് കാണുന്ന കാശ്മീരിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാശ്മീർ രണ്ടാക്കി വിവരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്ന കാശ്മീരിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കാശ്മീർ എന്നുള്ളത് എല്ലാ കാലത്തും കാശ്മീരിന്റെ പാകിസ്ഥാന്റെ ഒരു തുരുപ്പ് ചീട്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ ആർമി അടുത്ത കാലത്ത് വൻതോതിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ വെസ്റ്റേൺ അതിർത്തിയിൽ, പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതേപോലെ ബലൂച്ചി തീവ്രവാദികളിൽ നിന്നും തെഹരീക താലിബാൻ പാകിസ്ഥാൻ എന്നുള്ള വിവിധ മേഖലകളിൽ നിന്നും പാകിസ്ഥാൻ ആർമിക്കെതിരെ വൻതോതിലുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ പാകിസ്ഥാൻ ആർമി കാശ്മീരിൽ ഒന്ന് മാറി പിടിച്ചത്. അത് ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് പാകിസ്ഥാൻ ആർമിയുടെ. എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ബലക്ഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ കാശ്മീർ എന്ന ഒരു ഒറ്റമൂലി കഴിക്കുക എന്നുള്ളത് നമ്മൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും കാണാവുന്നതാണ്. അപ്പം ആ അറ്റൻഷൻ ഡൈവേർഷൻ എന്നുള്ള ഒരു സംഗതി, അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ആണ് നമുക്ക് ഇന്ന് കണ്ടത്. അതിന്റെ തന്നെ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പ്രസംഗിച്ചത് തന്നെയാണ്. നമുക്ക് ഈ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം, പെഹൽഗാമിൽ ഈ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം അന്താരാഷ്ട്ര സമൂഹത്തെ ഒപ്പം നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ആകട്ടെ, റഷ്യ ആകട്ടെ, മറ്റു രാജ്യങ്ങളാകട്ടെ, ചൈന പോലും ഇന്ത്യക്കൊപ്പമുള്ള നിലപാടെടുത്തൊരു സാഹചര്യമാണ്. അങ്ങനെ അന്താരാഷ്ട്ര സമൂഹത്തെ രാജ്യം ചേർത്ത് നിർത്താൻ, രാജ്യത്തിനെ ഒപ്പം നിർത്താൻ സാധിക്കുമ്പോൾ ബലാക്കോട്ട് പോലേക്കുള്ള ഒരു തിരിച്ചടി അത് ഉടൻ പ്രതീക്ഷിക്കാമോ? ഈ ചോദ്യത്തെ രണ്ട് വിധത്തിൽ നമ്മൾ കാണേണ്ടതായിരുന്നു. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, അന്താരാഷ്ട്ര സമൂഹം എന്നുള്ളത് വൻതോതിൽ മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ. അതായത് ഇന്ത്യയിലെ പാർലമെന്റ് അറ്റാക്ക് ഉണ്ടാക്കിയ സമയത്തോ അല്ലെങ്കിൽ ബോംബെ അറ്റാക്ക് ഉണ്ടായ സമയത്തോ ഉള്ള ഒരു അന്താരാഷ്ട്ര സമൂഹമല്ല ഇപ്പോൾ ഉള്ളത്. അത് ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിനിടയ്ക്ക് വന്ന മാറ്റങ്ങളും ഇത്തരത്തിലുള്ള മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റാഡിക്കൽ ഇസ്ലാമിക ടെൻഡൻസികളെ ലോക സമൂഹം വളരെ ഭീതിയോടാണ് കാണുന്നത്. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ രണ്ടാമത് ചോദിച്ചത്, ഇപ്പം ബാലക്കാട്ട് പോലുള്ള ഒരു അറ്റാക്ക്, തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആർക്കും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അറിയുള്ളൂ. അങ്ങനെ അറിയുന്നവരാണെങ്കിൽ അത് പറയുകയില്ല. അതൊരു പ്രധാന കാരണം. പക്ഷേ ആസ് ഒരു ഒബ്സർവർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു ഇമ്മീഡിയറ്റ് എടുത്ത ചാട്ടത്തിന് ഇന്ത്യ മുതിരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡിപ്ലോമാറ്റിക് ടൂൾസ് ഒരുപാട് നമ്മളുടെ കയ്യിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സിന്ധു ജല നദി കരാർ റദ്ദാക്കിയത്. 1960 മുതൽ ഇത്രയും കാലം വലിയ തോതിലുള്ള യുദ്ധങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ, അതേപോലെ ബംഗ്ലാദേശ് വാർ എല്ലാം നടന്ന സമയത്ത് പോലും റദ്ദാക്കാത്ത ഒരു നദീജല കരാറാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാനിലേക്ക് ഒഴുകി വെള്ളത്തിന്റെ ഒഴുക്ക് കുറയുകയാണെങ്കിൽ സിന്ധ്, പഞ്ചാബ് അങ്ങനെ ഒരു വലിയ മേഖലയിൽ വൻ പ്രതിസന്ധി പാകിസ്ഥാനിൽ ഉണ്ടാവുമെന്നുള്ളതാണ് ഈ കരാർ സസ്പെൻഡ് ചെയ്തതിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അത് മാത്രമല്ല, ഇപ്പൊ ഡിപ്ലോമാറ്റിക് സർക്കിളിൽ അറ്റാച്ചുകൾ മാറ്റുകയും മട്ടാര ബോർഡർ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ സിന്ധു നദീജല കരാറിന്റെ സസ്പെൻഷൻ എന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ സ്ലോലി ചില സ്ക്രൂകൾ ടൈറ്റ് ചെയ്യുകയും അന്താരാഷ്ട്ര സമൂഹത്തിനിടയ്ക്ക് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ഇന്ത്യയുടെ നിലപാട് ലോകവേദികളെ കൂടുതൽ വ്യക്തമായി അറിയിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ് ആയിരിക്കും ഈ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷനിൽ വരുന്ന ആളുകൾ കാണാൻ സാധിക്കുക. തീർച്ചയായും ശ്രീ പി എം നാരായണൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ കൈവശമുള്ള ഒരു വലിയൊരു ബ്രഹ്മാസ്ത്രം തന്നെയായിരുന്നു സിന്ധു നദീജല കരാർ. അത് ഏകപക്ഷീയമായി രാജ്യം റദ്ദാക്കിയിരിക്കുന്നു. കൂടുതൽ നയതന്ത്ര നടപടികളിലേക്ക് പോയിരിക്കുന്നു. ശ്രീ പി എം നാരായണൻ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു അറ്റാക്ക് ഉണ്ടായതിനു ശേഷം മുതൽ തന്നെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തില്ലാത്തൊരു സമയം, മറ്റൊരു രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ രാജ്യം സന്ദർശിക്കുന്ന ഒരു സമയം, ഇതിനൊക്കെ അപ്പുറം നമ്മൾ സംസാരിക്കേണ്ടത് തഹാവൂർ റാണ എന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന ഒരു സമയമാണ് ഇത്. ഈ 2000 ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയത്തും ഇത്തരത്തിലൊരു സമാനമായ രീതിയിലൊരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഈ ആക്രമണങ്ങൾ, ഇങ്ങനെ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് ഇനി രാജ്യം കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്ന ഈ ഒരു സമയത്ത് വേറെന്തെങ്കിലും തരത്തിലൊരു പ്രത്യാഘാതം ഇന്ത്യ നേരിടേണ്ടി വരുമോ?
തീർച്ചയായും ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ സമയം, സ്ഥലം, സന്ദർഭം എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബിൽ ക്ലിന്റന്റെ സമയത്തുണ്ടായത് അതായത് ഇന്ത്യ ഹെഡ്ലൈൻ വരുന്ന സമയത്ത് ആ ഹെഡ്ലൈനിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തലക്കെട്ടുകൾ പാകിസ്ഥാനിൽ നിന്നും സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയാണ്. ഒരു ഉദാഹരണം പറയാം. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുക്കുന്ന അതേ ദിവസമാണ് ജമ്മു കാശ്മീരിൽ അറ്റാക്ക് ഉണ്ടായത്. അന്ന് 10 പേർ കൊല്ലപ്പെടുകയും 20ഓളം ആളുകൾ പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ നിരന്തരം ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ നിലപാടുകൾ, ഒരു ക്രോസ് ബോർഡർ ടെററിസം ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് ലോകവേദികളിൽ അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്. രണ്ട്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിലൂടെയാണ് ആ രാജ്യം കടന്നു വന്നത്. പൊളിറ്റിക്കൽ മാത്രമല്ല, സാമ്പത്തികമായിട്ടും പാകിസ്ഥാനെ നേരത്തെ സൂചിപ്പിച്ച പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള മേഖല ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിനെ കൂട്ടി നിർത്താൻ അവർ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും ദുർബലമായിട്ടുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ. പിന്നെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്ത് പറയാനുള്ളത്, ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ തെരച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ചിലപ്പം ഇവരെ പിടിക്കാൻ സാധിച്ചു എന്ന് പറയും. ഈ ഭീകരരെന്ന് പറയുന്നത് അല്ല പ്രധാനപ്പെട്ട പ്രതികൾ. ഇവർ എന്നുള്ളത് ഒരു സ്ക്രൂ ഡ്രൈവർ പോലെയാണ്, ഒരു ടൂൾ മാത്രമാണ്. ഈ ടൂൾ ഉപയോഗിക്കുന്നവരെയാണ് എത്തുക എന്നുള്ളതാണ്, പ്രധാനികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ശ്രീ പി നാരായണൻ, ഒരൊറ്റ കാര്യം കൂടി, ഈ സമയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല ഇത്, എങ്കിൽ കൂടി ചോദിക്കുകയാണ്. ഒരു ഇന്റലിജൻസ് വീഴ്ച ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യപ്പെടുമോ? അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 2.5 കോടിയിലധികം ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഒരു സോഫ്റ്റ് ടാർഗറ്റ് പാകിസ്ഥാൻ കണ്ടെത്തും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. കാരണം പാകിസ്ഥാന്റെ സ്വഭാവം അനുസരിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ അമർനാഥ് തീർത്ഥയാത്രകർക്ക് എതിരെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിച്ച പോലെ ബസ്സിൽ സഞ്ചരിച്ച ആളുകൾക്കെതിരെ അറ്റാക്കുകൾ ഉണ്ട്. അപ്പൊ സോഫ്റ്റ് ടാർഗറ്റുകൾ, മിലിറ്ററിക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ ഭീരുക്കളായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ സോഫ്റ്റ് ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി കാണേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഭീകരവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസോ അല്ലെങ്കിൽ ആംഡ് ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ സ്ഥിതിഗതികൾ ഇത്രയും വഷളായി തീരാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ മരിക്കാനുള്ള കാരണം അതായിരുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ പി എം നാരായണൻ. നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ ചേർന്നതിനും ഇത്രയും സമയം നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.